ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഹോം മെയ്ഡ് ഫോണ്ടൻ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ 13ാമത്തെ എപ്പിസോഡാണ്. ബാക്കിയുള്ള എപ്പിസോഡൊക്കെ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് വേഗം പോയിട്ടൊന്ന് കണ്ടു നോക്കൂ. ഞാൻ പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അത്രയും ചിലവിൽ ഒന്നും വേണ്ട. ഇത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഫോണ്ടൻ്റ് എന്ന് പറയുന്നത്. അത്ര റിസ്ക് പിടിച്ചിട്ട് പരിപാടികളൊന്നുമല്ല ഈ ഫോണ്ടൻ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ എനാബിൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ആദ്യമായിട്ട് വേണ്ടത് കോൺ സിറപ്പാണ്. അപ്പോൾ കോൺ സിറപ്പ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി വാങ്ങി വെച്ചത് ഉള്ളതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ സിമ്പിൾ മെത്തേഡാണ്. അതെങ്ങനെയാണെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇത് എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്, ഇതെടുക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു അരക്കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളം. അരക്കപ്പ് പഞ്ചസാരയിലേക്ക് 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് 1 ടീസ്പൂണ് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുക. കുരൊന്നും ഇല്ലാതെ ചെറുനാരങ്ങയുടെ നീര് മാത്രം 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് തിളച്ചിട്ട് ഒരു സ്ട്രിങ് കൺസിസ്റ്റൻസി, കയ്യിലിങ്ങനെ ഒറ്റ സ്ട്രിങ്, നമുക്ക് ഒരു നൂൽ പരുവെന്ന് പറയില്ലേ, ആ രീതിയിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്ലെയിം ഓഫ് ചെയ്യണം. അതിൽ കൂടി പോയാൽ നമ്മുടെ കോൺ സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആവില്ല. അപ്പോൾ നമ്മുടെ ഒരു ഫോണ്ടൻ്റ് ഉണ്ടാക്കുമ്പോൾ അത് ഫ്ലോപ്പായി പോകും. അപ്പോൾ അത് മുഴുവനായിട്ട് നമുക്ക് എടുക്കേണ്ട ആവശ്യം വരില്ല. അത് ആ ഒരു കോൺ സിറപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ 1/4 കപ്പ് മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വരുള്ളൂ. തണുത്ത ശേഷം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാൻ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ബോട്ടിൽ കോൺ സിറപ്പ് വാങ്ങിക്കുന്നവർക്ക് വാങ്ങിക്കാം. വാങ്ങിക്കില്ലാറ് ലാഭം നമുക്ക് വീട്ടിൽ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഉണ്ടാക്കിയെടുക്കുന്നതാവും. അരക്കപ്പ് പഞ്ചസാരയിലേക്ക് 1/4 കപ്പ് വെള്ളവും 1 ടീസ്പൂണ് ലെമൺ ജ്യൂസും ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാവും ലാഭമായിട്ട് വരിക. അപ്പോൾ അത് ഓക്കെ, അത് ആദ്യം തയ്യാറാക്കിയെടുക്കുക. ഇനി നമുക്ക് ഒരു 1.5 ടീസ്പൂണ് ജലാറ്റിന് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എനിക്കിപ്പോൾ അത്യാവശ്യം ഫോണ്ടൻ്റ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു അളവിലാണ് ഞാൻ ഏകദേശം ഒരു 500 ഗ്രാമിൻ്റെ അടുത്ത് ഫോണ്ടൻ്റ് ഞാൻ ഈ ഒരു അളവ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കും കേട്ടോ. അപ്പോൾ ജലാറ്റിനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 1.5 ടീസ്പൂൺ ജലാറ്റിന് ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഡ്രൈ ആയിക്കോളണം നിർബന്ധമൊന്നുമില്ല, നമ്മളിതിലേക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ജലാറ്റിനാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1.5 ടീസ്പൂണ് ജലാറ്റിലേക്ക് 1 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് കുതിർക്കാനായിട്ട് വെക്കാം. ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരട്ടെ കേട്ടോ. 10 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഒന്ന് മെൽട്ടാക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാകുമ്പോൾ നമുക്കതിൻ്റെ മേലായിട്ട് ഈ ഒരു ബൗൾ വെച്ച് കൊടുക്കാം. ഇങ്ങനെ ബൗൾ വെക്കുമ്പോൾ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബൗൾ തന്നെ പ്രത്യേകം എടുക്കുക. ചിലരൊക്കെ കമൻറ്റിൽ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതുപോലത്തെ ബൗൾ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ ഒരു ബൗൾ വെച്ചാലും മതി. അപ്പോൾ അത് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇത് നന്നായിട്ട് മെൽട്ടായി ഒരു വെള്ളം പോലെ ആയി വരും. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് മെൽട്ടാക്കി എടുക്കണം. അപ്പോൾ അത് ലൂസായി ഇതുപോലെ ആയി ഒരു വെള്ളം പോലത്തെ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് വരുന്ന ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചതാണെങ്കിൽ ആ ഒരു കോൺ സിറപ്പ് ഒരു 1/4 കപ്പ്, അല്ലെങ്കിൽ ആ ബോട്ടിലുള്ളതാണെങ്കിൽ അതായാലും ഒരു 1/4 കപ്പ്. അപ്പോൾ ഞാനിപ്പോൾ ബോട്ടിലുള്ളതാണ് യൂസ് ചെയ്യുന്നത്. അതൊരു 1/4 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഇത് രണ്ടും കൂടെ കമ്പൈനായിട്ട് നന്നായിട്ടൊരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാവും. ആ രീതിയിലാവും വരെ നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇത് കോൺ സിറപ്പ് ചൂടാറുമ്പോൾ നല്ല ടൈറ്റായിട്ട് വരും കേട്ടോ, നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുന്നതും. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ലൂസായിട്ട് വരും. അപ്പോൾ അത് ഇതിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് മിക്സായി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിലായാലും കുഴപ്പമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഷോർട്ടനി നമുക്ക് കേക്കിൻ്റെ ആക്സസറീസ് കിട്ടുന്ന ഷോപ്പിൽ കിട്ടും, അത് ചേർത്ത് കൊടുത്താലും മതി. ബട്ടർ ചേർത്ത് കൊടുക്കാം, പക്ഷേ അത് നമുക്ക് കൂടുതൽ കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല കേട്ടോ ബട്ടർ ചേർത്ത് കൊടുത്താൽ. പിന്നെ ഒരു 1/4 ടീസ്പൂണ് വാനില എസൻസ് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് നമുക്ക് ഇനി ആ ഒരു ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. ഇത്രയും മതി. എല്ലാം കൂടെ നന്നായിട്ട് കമ്പൈനായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഐസിങ് ഷുഗർ റെഡിയാക്കിയത്. ഐസിങ് ഷുഗർ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാവും നല്ലത്. പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും സിമ്പിളാണ്. വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തരില്ലാത്ത ഫൈൻ പൗഡറായിട്ട് നമുക്ക് കിട്ടും. വീട്ടിലുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അബദ്ധം പറ്റും. അപ്പോൾ അതിനുള്ള പരിഹാരം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം.
1 കപ്പ് പഞ്ചസാരയിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എന്ന രീതിയിലാണ് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് 1 കപ്പ് വെച്ച് മതിയെങ്കിൽ 1 കപ്പ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 കപ്പ് പഞ്ചസാരയിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എന്ന രീതിയിൽ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഫൈനായിട്ട് പഞ്ചസാരയുടെ തരിയൊന്നും ഉണ്ടാകാൻ പാടില്ല, ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഒരു തവണ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്ത് എന്നിട്ടും ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ സൈഡ് ഭാഗത്തൊക്കെ ഉണ്ടാവും ചിലപ്പോൾ പഞ്ചസാരയുടെ തരി. അപ്പോൾ അത് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് ഒരു അരിപ്പയിലൂടെ നമുക്ക് അരിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് അരിച്ചെടുത്താൽ അതിൻ്റെ ആ തരിയൊന്നും ഉണ്ടാകാൻ പാടില്ല, അതുകൊണ്ടാണ് നന്നായിട്ടൊന്ന് അരിപ്പയിലൂടെ അരിച്ചെടുക്കുക. അത് ഞാൻ ഇതിൽ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് 2 കപ്പ് ഐസിങ് ഷുഗറാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ട്, മുഴുവനായിട്ട് എടുത്തിട്ടില്ല, 2 കപ്പ് എടുത്തിട്ടുള്ളൂ. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 കപ്പ് ഐസിങ് ഷുഗറിലേക്ക് ഇത് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകം അത് മുഴുവനായിട്ട് എടുക്കരുത് കേട്ടോ, 2 കപ്പ് മാത്രം അതിൽ നിന്ന് എടുത്താൽ മതി. മുഴുവനായിട്ട് എടുത്താൽ ഇത് നമുക്ക് കട്ടിയായിട്ട് വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക, 2 കപ്പ് അതിൽ നിന്ന് എടുത്താൽ മതി, ബാക്കി അത് അവിടെ സൂക്ഷിച്ച് വെച്ചാൽ മതി. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇത് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ആദ്യം കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ബൗളിലിട്ട് തന്നെ കുഴച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. പിന്നെ വലിയ വീതിയുള്ള പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലിട്ടിട്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതാക്കിയിട്ടതിന് ശേഷം നല്ല ക്ലീൻ ആയിട്ടുള്ള കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് തന്നെ അതൊരു 10 മിനിറ്റെങ്കിലും നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. ചെറിയൊരു ഒട്ടലൊക്കെ ഉണ്ടാവും, അതെന്തായാലും ഉണ്ടാവും. പിന്നെ നമുക്ക് കുറച്ച് കോൺഫ്ലവറൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഐസിങ് ഷുഗർ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഞാൻ എപ്പോഴും കോൺഫ്ലവറാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് കോൺഫ്ലവർ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഒരു 10 മിനിറ്റ് നേരമെങ്കിലും എന്തായാലും ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ, എന്നാലേ നമ്മുടെ ഈ ഫോണ്ടൻറ്റ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ക്ലിം ഫിലിം റാപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കണം. നല്ല എയർ ടൈറ്റ് ആയിട്ട്, അതില്ലാത്തവർക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ വെച്ച് കൊടുത്താലും മതി. എന്നിട്ട് മിനിമം ഒരു 24 മണിക്കൂറെങ്കിലും നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. മിനിമം അല്ല കേട്ടോ, മാക്സിമം എന്തായാലും ഒരു 24 മണി, മിനിമം ഒരു 6-7 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനൊരു ഫുൾ ഡേ ഒരു 24 ഹവേഴ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോഴേക്കിത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്തിട്ട് നമുക്കിത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ വെക്കാം. ഞാനത് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 500 ഗ്രാം വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ഫോണ്ടൻറ്റ്. അപ്പോൾ ഇതൊരു 150 ഗ്രാമിൻ്റെ ബോട്ടിലാണ്. അതിന് 100 രൂപയൊക്കെ വില വരുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലവും കുറഞ്ഞു കിട്ടും, വീട്ടിൽ തന്നെ ഈസി ആയിട്ട് എത്ര ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇത് നമുക്കൊരു ബോക്സിലാക്കിയിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു 24 മണിക്കൂറിന് ശേഷം ഞാൻ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഒന്ന് ഷേപ്പാക്കിയൊക്കെ എടുക്കാം. പിന്നെ നമ്മളിത് സൂക്ഷിച്ച് വെക്കാൻ ഒരു 2.5 മാസം 3 മാസം വരെ നമുക്കിത് എടുത്ത് വെക്കാൻ പറ്റും. പക്ഷേ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കാനും ഒക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ കയ്യിലുള്ള വെള്ളമോ ഒക്കെ അങ്ങനെയൊക്കെ അതിൽ പറ്റിപ്പോയാൽ പെട്ടെന്ന് തന്നെ നാശമായി പോകും. അപ്പോൾ നമ്മൾ കൈ ഡ്രൈ ആണോ, അതുപോലെ കൗണ്ടർ ടോപ്പ് ഡ്രൈ ആണോ, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ക്ലീൻ ആയിട്ട് എല്ലാം റെഡിയാക്കി എടുത്താൽ നമുക്കിത് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കാം. എത്ര കാലം എന്നല്ല, 2-3 മാസം എന്തായാലും ഇത് സൂക്ഷിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമുക്കിത് ഇഷ്ടമുള്ള കുറച്ച് എടുത്തിട്ട് ഞാൻ കുറച്ച് ബ്ലാക്ക് കളർ ചേർക്കുന്നുണ്ട്, ബ്ലാക്കിൻ്റെ ആവശ്യമുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതൊന്ന് ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പരത്തിയെടുക്കാനൊക്കെ പറ്റും. ഞാൻ ജസ്റ്റ് പരത്തുന്നതൊക്കെ കാണിച്ചു തരാം. പിന്നെ ഇഷ്ടമുള്ള ഷേപ്പിലും ഇഷ്ടമുള്ള ഡിസൈനിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പരത്തി കാണിച്ചു തരാം. ഈസി ആയിട്ട് നമുക്ക് ചെയ്തിടാം, പെർഫെക്റ്റ് ആയിട്ട് പരത്താനും പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഫോണ്ടൻറ്റ് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്